Hi friends, welcome to BIOFOCUZ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സുവോളജിയിലെ അനിമൽ കിങ്ഡം എന്ന ചാപ്റ്റർ ആണ്. ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്ന അത്രയും പോർഷൻസ് ആദ്യം ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ക്ലാസ്സിലേക്ക് പോകാം. Animal kingdom which can be classified on the basis of certain criteria. അപ്പോൾ ആ ക്രൈറ്റീരിയസ് എന്തൊക്കെയെന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് സിമെട്രി. നമ്പർ 1 എസിമെട്രിക്കൽ. അതായത് ഒരു ബോഡി നമുക്ക് ഏത് പ്ലെയിനിൽ കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ദാറ്റ് ഈസ് നോൺ as എസിമെട്രിക്കൽ. എക്സാമ്പിൾ ഫൈലം പോറിഫറ. Second one, radial symmetry. When any plane passing through the central axis of the body divides the organism into two identical halves. അതായത് രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് ആ സെൻട്രൽ ആക്സിസിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ഏത് ലൈനും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈപ്പ് സിമെട്രിയാണ് നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ വരുന്ന ഫൈലം സീലൻഡ്രേറ്റ, ഫൈലം ടീനോഫോറ ആൻഡ് ഫൈലം എക്കിനോഡെർമേറ്റ. തേർഡ് വൺ ബൈലാറ്ററൽ സിമെട്രി ആണ്. അതായത് സെൻട്രൽ കൂടി പാസ് ചെയ്തു പോകുന്ന ഒരു ലൈൻ, അതായത് ഒരു പ്ലെയിനിൽ കൂടി മാത്രമേ നമുക്കതിനെ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പ്ലെയിനിൽ കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് മാറണം. സോ ദാറ്റ് ടൈപ്പ് ഓഫ് സിമെട്രി ഈസ് നോൺ as ബൈലാറ്ററൽ സിമെട്രി. ഇറ്റ് ഈസ് എക്സിബിറ്റഡ് ഇൻ ഫൈലം അനിലിഡ ആൻഡ് ഫൈലം ആർത്രോപോഡ. സോ ദിസ് ഈസ് ദ basis of classification, that is symmetry. Symmetry എന്ന് പറയുന്നത് 3 type: asymmetry, radial symmetry and bilateral symmetry. ആ ഫൈലംസ് പഠിച്ചു വെക്കണം. അതായത് ഏതൊക്കെ സിമെട്രി ഏതൊക്കെ ഫൈലത്തിലാണ് വരുന്നതെന്നുള്ളത് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Next basis of classification is the germ layers. On the basis of germ layers, animals can be classified into diploblastic animals and triploblastic animals. സോ അനിമൽസിൽ സെൽസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് എംബ്രിയോണിക് ലെയേഴ്സിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ ഔട്ടറിലായിട്ട് ഒരു ലെയർ ഉണ്ടായിരിക്കും. ആ ലെയറിനെ വിളിക്കുന്ന പേരാണ് എക്ടോഡേം. അതുപോലെ തന്നെ ഇൻറ്റേർണലായിട്ടൊരു ലെയർ ഉണ്ടാകും, ദാറ്റ് ഈസ് നോൺ as എൻഡോഡേം. അപ്പോൾ ഈ എൻഡോഡേമും എക്ടോഡേമും ഇൻ ബിറ്റ്വീൻ അതിനിടയിലൊരു സ്പേസ് ഉണ്ടാകും, അതിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് ഉണ്ടാകും. ആ സ്പേസിന് കുറച്ച് അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ലെയർ, അതായത് ആ ലെയർ സ്പെഷ്യലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാകത്തില്ല. സോ അവിടെ അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. ദാറ്റ് ലെയർ ഈസ് നോൺ as മീസോഗ്ലിയ. അപ്പോൾ സോ ഈ ലെയറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോ അനിമൽസിൽ ഇപ്പോൾ എക്സ്റ്റേണൽ എൻഡോഡേമും അതുപോലെ തന്നെ ഇൻറ്റേർണൽ എൻഡോഡേമും ഈ രണ്ട് എംബ്രിയോണൽ ലെയേഴ്സ് കൊണ്ടാണ് ഈ അനിമൽസിൻ്റെ സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് അനിമൽസ് ആർ നോൺ as ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ്. അപ്പോൾ സോ ഈ അനിമൽസ് എക്സിബിറ്റ് ചെയ്യുന്നത് ഫൈലം സീലൻഡ്രേറ്റയിലും അതുപോലെ തന്നെ ഫൈലം ടീനോഫോറയിലും ആയിരിക്കും. ദെൻ വാട്ട് ഈസ് ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ്? ഈ അനിമൽസിൻ്റെ എംബ്രിയോണൽ ലെയേഴ്സ് എന്ന് പറയുന്നത് 3 ജെർമിനൽ ലെയേഴ്സ് കൊണ്ടായിരിക്കും ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഔട്ടർ എക്ടോഡേം, ഇൻറ്റേർണൽ എൻഡോഡേം ആൻഡ് എ മിഡിൽ ലെയർ നോൺ as മീസോഡേം. അപ്പോൾ അവിടെ മീസോഗ്ലിയ നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞാൽ ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ മീസോഗ്ലിയ അത് അൺഡിഫറൻഷ്യേറ്റഡ് ആണ്. ബട്ട് ഇവിടെ നമ്മൾ മീസോഡോം എന്ന് പറയുന്ന ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള എൻഡോഡോമും എക്ടോഡോമും പോലെയുള്ളൊരു ലെയർ ആയിരിക്കും. സോ ഈ 3 ലെയേഴ്സ് പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ആ ഓർഗാനിസത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് വിളിക്കുന്നത്. സോ ഈ മീസോഡോം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എവിടെ ഏതിൻ്റെ ബിറ്റ്വീനിലാണ്, ഇൻ ബിറ്റ്വീൻ എക്ടോഡോം ആൻഡ് എൻഡോഡോം. അപ്പോൾ ഈ ടൈപ്പ് അനിമൽസ് കാണപ്പെടുന്നത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള അനിമൽസ് കാണപ്പെടുന്നത് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ടു കോർഡേറ്റ. ദാറ്റ് ഈസ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ടു ഫൈലം കോർഡേറ്റ. അതുവരെയുള്ള പ്ലാറ്റിഹെൽമിന്തസ് മുതൽ ഫൈലം കോർഡേറ്റ വരെയുള്ള എല്ലാ അനിമൽസിനും ട്രിപ്ലോബ്ലാസ്റ്റിക് ലെയേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഫോർ ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ദ സീലോം. The coelom is the cavity present between the body wall and the gut. അതായത് നമ്മുടെ ബോഡി വോൾ ആൻഡ് ഗട്ട് ഇത് രണ്ടിനെയും ബിറ്റ്വീൻ ആയിട്ടുള്ള ക്യാവിറ്റിയാണ് സീലോം എന്നറിയപ്പെടുന്നത്. സോ ഈ ബോഡി ക്യാവിറ്റിയെ ലൈൻ ചെയ്തിരിക്കുന്ന ജെർമിനൽ ലെയർ ആണ് മീസോഡോം. ഓൺ ദ ബേസിസ് ഓഫ് സീലോം ആനിമൽസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു എസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ്സ് ആൻഡ് സീലോമേറ്റ്സ്. അപ്പോൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എസീലോമേറ്റ് എന്ന് പറയുമ്പോൾ എസീലോം മീൻസ് അനിമൽസ് വിത്തൗട്ട് സീലോം, സീലോം ആബ്സെൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ പോറിഫറ, നിഡേറിയ, ടീനോഫോർ ആൻഡ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്.
Next is coelomates. Coelomates means animal possessing coelom. They are called coelomates. Example, phylum Annelida, mollusca, arthropoda, echinodermata, hemichordata and chordata. These all are coelomates. But in some animals, the body cavity is not lined by mesoderm. Instead, the mesoderm is present at scattered pouches in between ectoderm and endoderm. Such a body cavity is called pseudocoelom, and the animal possessing them are called pseudocoelomates. നമുക്കറിയാം ബോഡി ക്യാവിറ്റിയെ ലൈൻ ചെയ്തിരിക്കുന്ന ഏത് ലെയർ കൊണ്ടാണ്? മീസോഡേം കൊണ്ടാണ് ലൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ചില അനിമൽസിൽ ഈ ബോഡി ക്യാവിറ്റി മീസോഡേം കൊണ്ട് ലൈൻ ചെയ്യുന്നതിന് പകരം മീസോഡേം ഈ എക്ടോഡേമിൻ്റെയും എൻഡോഡേമിൻ്റെയും ഇൻ ബിറ്റ്വീനിലായിട്ട് സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് പ്രസൻ്റ് ആയിരിക്കും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ബോഡി ക്യാവിറ്റി ഈസ് കോൾഡ് സ്യൂഡോസീലോം. സോ ഈ 3 ടൈപ്പ് അനിമൽസ് ആണ്, അതായത് 3 സീലോമിൻ്റെ ബേസിസിൽ 3 ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ് ആയിട്ടാണ് കാണുന്നത്. എസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ് അനിമൽസ് ആൻഡ് സീലോമേറ്റ് അനിമൽസ്. ഇനി നമുക്ക് ഓരോ ഫൈലത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സോ ഫസ്റ്റ് phylum Porifera. Phylum Porifera are commonly known as sponges and they are generally marine. അതുപോലെ തന്നെ ഈ അനിമൽസ് എന്ത് സിമെട്രി ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു എസിമെട്രി ആയിരിക്കും ഈ അനിമൽസ് എക്സിബിറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമുക്ക് ഏത് പ്ലെയിനിൽ കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ ഹാഫ്സ് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്, അതായത് പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ അനിമൽസ് ആണ്. ഈ ഫൈലത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് എ വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ വാട്ടർ കനാൽ സിസ്റ്റം. അതായത് ഇവരുടെ ബോഡിയിൽ കൂടി വാട്ടർ അകത്തോട്ട് എൻ്റർ ചെയ്യുന്നത് അവരുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള മൈന്യൂട്ട് പോസ് ആണ്. ആ മൈന്യൂട്ട് പോസിനെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ. അപ്പോൾ ഓസ്റ്റിയ വഴി കയറി സെൻട്രൽ ക്യാവിറ്റി ആയിട്ടുള്ള സ്പോഞ്ചോസീലിലാണ് വാട്ടർ എൻ്റർ ചെയ്യുന്നത്. ആൻഡ് ഈ സ്പോഞ്ചോസീൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഓസ്കുലം വഴി വാട്ടർ പുറത്തോട്ട് പോകുന്നു. ഈ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ തന്നെ ഇതിന് ഫുഡ് ഗ്യാതറിങ്, അതായത് ഫുഡ് പാർട്ടിക്കിൾസ് അകത്തോട്ട് എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ റെസ്പിറേറ്ററി എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടും ഇൻറ്റേർണൽ ആയിട്ടുള്ള വേസ്റ്റ് റിമൂവലിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അനദർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ സ്പോഞ്ചോസീൽ നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ ക്യാവിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ക്യാവിറ്റിയാണ് സ്പോഞ്ചോസീൽ. ഈ സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്തുകൊണ്ടുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് കൊയാനോസൈറ്റ്സ് ഓർ കോളർ സെൽസ് ദാറ്റ് ലൈൻ ദ സ്പോഞ്ചോസീൽ ആൻഡ് ദ കനാൽ. സോ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് ഓർഗാനിസത്തിൻ്റെ പേര് പഠിക്കേണ്ടതുണ്ട്. അനിമൽസിൻ്റെ പേര്, അതായത് സൈക്കോൺ, സ്കൈഫ, അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ സ്പോഞ്ച് എന്നറിയപ്പെടുന്നത് സ്പോഞ്ചില്ല ആൻഡ് ബാത്ത് സ്പോഞ്ച് എന്നറിയപ്പെടുന്നത് യൂസ്പോഞ്ചിയ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പേര്, അതായത് കോമൺ നെയിമും അതിൻ്റെ സയൻറ്റിഫിക് നെയിമും പഠിക്കേണ്ടതാണ്. സെക്കൻഡ് വൺ, ഫൈലം നിഡേറിയ ഓർ ഫൈലം സീലൻഡ്രേറ്റ. They are mostly marine and these animals exhibit mainly radial symmetry. And its name is derived from the nidoblast or the nidocyst, which contain the stinging capsules or nematocytes which is present on the tentacles and on their ബോഡി. അപ്പോൾ ഈ പേര് കിട്ടിയത് തന്നെ നിഡോബ്ലാസ്റ്റ്, അതുകൊണ്ടാണ് നിഡേറിയ എന്ന് അറിയപ്പെടുന്നത്. ഈ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് ഉണ്ട്, നിമാറ്റോസൈറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇത് അവരുടെ ടെൻഡക്കിൾസും ബോഡിയിലും കാണപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കറേജ്, അതുപോലെ തന്നെ ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്യാപ്ചർ, സ്പ്രേനെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും നിഡോബ്ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻലി നിഡേറിയൻസ് 2 ബോഡി ഫോംസിലായിട്ടാണ് കാണപ്പെടുന്നത്. പോളിപ്പ് ആൻഡ് മെഡുസ എന്നറിയപ്പെടുന്ന 2 ബോഡി ഫോംസിലായിട്ടാണ് കാണപ്പെടുന്നത്. പോളിപ്പ് എന്ന് പറയുന്ന ഫോം വിച്ച് ഈസ് എ സെസൈൽ ഫോം ആൻഡ് സിലിണ്ട്രിക്കൽ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ മെഡുസ എന്ന് പറയുന്നത് അംബ്രല ഷേപ്പായിരിക്കും, അതുപോലെ തന്നെ ഫ്രീ സ്വിമ്മിങ് ആയിരിക്കും. അപ്പോൾ ഈ നിഡേറിയൻസ് ഈ 2 ബോഡി ഫോംസിലും എക്സിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഓർ ഇറ്റ് ഈസ് നോൺ എസ് മെറ്റാജെനസിസ്. അതായത് പോളിപ്പ് ഫോം മെഡുസെ ആയിട്ട് മാറുന്നു, അതായത് പോളിപ്പ് പ്രൊഡ്യൂസ് മെഡുസെ എസെക്ഷലി ആൻഡ് മെഡുസെ ഫോം ദ പോളിപ്പ് സെക്ഷലി. അപ്പോൾ 2 മെക്കാനിസം ഇതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പോളിപ്പിൽ നിന്നും മെഡുസ എസെക്ഷൽ മെത്തേഡ് വഴി ഫോം ചെയ്യുന്നു ആൻഡ് തിരിച്ച് മെഡുസയിൽ നിന്നും പോളിപ്പ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? സെക്ഷൽ മെത്തേഡ് വഴിയാണ്. സോ ഈ 2 പ്രോസസ്സും ഓൾട്ടർനേറ്റഡ് നടക്കുന്നതുകൊണ്ടാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഓർ മെറ്റാജെനസിസ് എന്ന് അറിയപ്പെടുന്നത്.
ഇനി ഈ ഫൈലത്തിൽ എക്സാമ്പിളായിട്ട് പഠിക്കേണ്ടത് ഫൈസേരിയ, ഇറ്റ് ഈസ് കോമൺലി നോൺ എസ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. സി അനിമോൺ എന്നറിയപ്പെടുന്നത് അഡാംസിയ, സി പെൻ പെനാറ്റുല, സി ഫാൻ എന്നറിയപ്പെടുന്നത് ഗോർഗോണിയ ആൻഡ് മീൻട്രിന ഈസ് കോമൺലി നോൺ എസ് ബ്രെയിൻ കോറൽ. ഇതെല്ലാം ഇതിൻ്റെ കോമൺ നെയിം, സയൻറ്റിഫിക് നെയിമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഫൈലം ടീനോഫോറ. Ctenophores are commonly known as sea walnuts or comb jellies, and they are exclusively marine and they exhibit radial, symmetrical, also diploblastic organism. And their body bears 8 external rows of ciliated comb plates which helps in locomotion. അപ്പോൾ ഈ ഫൈലം ടീനോഫോറൽ ഓർഗാനിസത്തിന് അതിനെ ലോക്കോമോഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 8 എക്സ്റ്റേണൽ ആയിട്ടുള്ള സീലിയേറ്റഡ് ആയിട്ടുള്ള കോം പ്ലേറ്റ്സ് പ്രസൻ്റ് ആണ്. അപ്പോൾ സോ അതാണ് ഇവരെ ലോക്കോമോഷൻ, അതായത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ഫൈലം ടീനോഫോറ ഈസ് ദ പ്രസൻസ് ഓഫ് ബയോലൂമിനസൻസ് പ്രോപ്പർട്ടി. അതായത് ലിവിങ് ഓർഗാനിസം ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് ബയോലൂമിനസൻസ് അറിയപ്പെടുന്നത്. ഇനി ഈ ഫൈലത്തിനകത്ത് വരുന്ന മെയിനായിട്ട് 2 എക്സാമ്പിളാണ് പ്ലൂറോബ്രാങ്കിയ ആൻഡ് ടീനോപ്ലാന. സോ വളരെ ചെറിയൊരു ഫൈലമാണ്, ഇത്രയും പ്രോപ്പർട്ടീസാണ് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്. These are mostly endoparasites found in animals including human beings. They are dorso-ventrally flattened bodies, so they are known as flatworms. ഈ ഫൈലത്തിൽ മോസ്റ്റ്ലി കാണപ്പെടുന്നത് എൻഡോപാരസൈറ്റ്സ് ആണ്. അപ്പോൾ ഈ പാരസൈറ്റിക് ഫോംസിലൊക്കെ കാണപ്പെടുന്ന ഹുക്സ് ആൻഡ് സക്കേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. സോ ഈ ഹുക്സ് ആൻഡ് സക്കേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇത് ഹോസ്റ്റ് ബോഡിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് അവരുടെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹുക്സ് ആൻഡ് സക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പാരസൈറ്റിക് ഫോംസ് ഓഫ് animals is having a anaerobic respiration. They have a specialized cells called flame cells which help in osmoregulation and excretion. അപ്പോൾ എക്സ്ക്രീഷന് വേണ്ടിയിട്ടും ഓസ്മോറെഗുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ഫ്ലെയിം സെൽസ്. എക്സാമ്പിൾ ടീനിയ ടേപ്പ് വോം, ഫാസിയോള, ലിവർ ഫ്ലൂക്ക്. നെക്സ്റ്റ് ഈസ് ഫൈലം ആഷെൽമിന്തസ്. The body of the Aschelminthus is circular in cross section and hence the name റൗണ്ട് വേംസ്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിന് റൗണ്ട് വേംസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാറ്റി ഹെൽമിന്തസ് ഫൈലത്തിലുള്ള എല്ലാത്തിനെയും നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഫ്ലാറ്റ് വേംസ്. ആൻഡ് ഇൻ ആഷെൽമിന്തസ് ദ ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. അപ്പോൾ ഇവിടെ ഫീമെയിൽസ് ആയിരിക്കും ലോങ്ങർ, മെയിൽസ് ഫീമെയിൽസിനേക്കാളും ഷോർട്ടർ ആയിരിക്കും. Example of this phylum includes Ascaris, commonly known as roundworm, Vaucheria, filarial worm, Ancylostoma, hookworm. Next is phylum Annelida. They may be aquatic and sometimes parasitic. They exhibit bilateral symmetry and they are triploblastic animals. Their body surface is distinctly marked out into segments or metameres and hence the name Annelida. അതായത് അവരുടെ ബോഡി സർഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ആ ഓരോ സെഗ്മെൻറ്റ്സിനെയും വിളിക്കുന്ന പേരാണ് മെറ്റാമിയേഴ്സ്. ആൻഡ് ഓൾസോ their aquatic annelids like Nereis possess lateral appendages which is called parapodia which helps in swimming. Nephridia which helps in osmoregulation and excretion. Example of phylum Annelida includes Nereis, Ferritima which is commonly known as earthworm and Hirudinaria which is commonly known as blood sucking leech. ഈ ചാപ്റ്ററിൻ്റെ റിമൈനിങ് പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത റിവിഷൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇതിൽ ഇൻക്ലൂഡ് ആവുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ ആപ്ലിക്കബിൾ ടു ഫൈലം ടീനോഫോറ. സോ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിച്ചിപ്പോൾ റിവിഷൻ ചെയ്ത പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒബ്സർവ് ദ ഫിഗർ, ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം എ ആൻഡ് ബി, നെയിം ദ ഫൈലം ടു വിച്ച് ഈച്ച് ഓഫ് ദം ബിലോങ്സ്. Question number 3. Note the relationship between two words and find a suitable word for the fourth place. Coelenterata, radial symmetry, then Platyhelminthes dash. Fasciola, liver fluke, then Taenia dash. Fourth one,
Which of the following animal exhibit metagenesis? Ascaris, Obelia, earthworm, crab. Fifth one, arrange the following terms under two headings based on symmetry. അതായത് ഏത് സിമട്രിയിലാണെന്നുള്ളത് ക്ലാസിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ആർത്രോപോഡ്സ്, ടീനോഫോസ്, മോളക്സ് ആൻഡ് സീലൻഡ്രേറ്റ്സ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സ്യൂഡോസിലോമേറ്റ് അനിമൽ ഫ്രം ദ ഫോളോയിങ്. ടേപ്പ്വേം, ഹുക്ക്വേം, എർത്ത്-വേം, ഹണി ബി. സെവൻത്ത് വൺ, ദ ഡയഗ്രാം ഓഫ് ആൻ അനിമൽ ഈസ് ഗിവൺ, ഐഡൻറ്റിഫൈ ഇറ്റ് സിമട്രി. അപ്പോൾ ഈ ഫിഗർ നമുക്കറിയാം. അപ്പോൾ ഈ ഡയഗ്രാം ഈ അനിമൽ ഏത് സിമട്രിയിൽ ഇൻക്ലൂഡ് ആവുന്നതെന്നാണ് എഴുതേണ്ടത്. എയ്ത്ത് വൺ, എമംഗ് ദ ഡിഫറെൻറ്റ് ഫൈല ഓഫ് അനിമൽസ് ഡാഷ് ഹാവ് സ്യൂഡോസീലം. Ninth question, categorize the following animal under radial symmetry and bilateral symmetry. Physalia, tapeworm, fasciola, adamsia. Last one, pick out the acylomate organism from the following. Roundworm, hookworm, filarial worm, tapeworm. B. Name the phylum to which belongs. C. Mention its mode of nutrition. And D. What is the coelomic condition of other organisms? Substantiate your answer. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സുമായി കാണുന്നത് വരെ ഹാപ്പി ലേണിംഗ്.